ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാന്ന് വെച്ച് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ്. കഷ്ടപ്പെട്ട് ഞാൻ എണീച്ച് എന്തില്ലാത്ത ശീലം എൻ്റെ പല്ല് തേപ്പ് വരെ ഞാൻ ചെയ്ത് കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും എന്നോട് പുട്ടിയടി തുടങ്ങി. ദിയ ആണെങ്കിൽ അവിടെ അവളുടെ മാച്ചിങ് കമ്മലിട്ട് ക്യൂട്ട്നെസ് വെതറണു. അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ ഞങ്ങളുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്. അപ്പോൾ ഇനി ഈ മയിൽവാഹനത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഓടുന്നത് എല്ലാവരും പഞ്ചിങ്ങിലോട്ടാണ്. വലിയ കാര്യമാണ്. പഞ്ച് ചെയ്യാനാണ്, ഇല്ലെങ്കിൽ ക്യാഷ് ഇല്ല. അപ്പം എല്ലാവരും പഞ്ച് ചെയ്തൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നേരെ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ. ദാനു അങ്ങനെ വലത് കാലം വെച്ചൊക്കെ കയറിയിട്ടുണ്ട്. എന്തൊക്കെ മണ്ടത്തരം കാണിക്കുമോ അറിയില്ലേ. വളച്ചു തിരിക്കണതൊക്കെ വീഡിയോ എടുത്താൽ ഞാൻ പണിയെടുക്കും. അതാണ് വളച്ചു തിരിച്ചൊക്കെ ഇനി പിടിച്ച് തിരിച്ചു വെക്കുമോ അറിയില്ല. ഇത് വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെ എല്ലാം മര്യാദയ്ക്ക് ഓടിയാൽ മതിയെന്നുള്ളൂ. പിന്നെ അടുത്ത പ്രൊഫസറുമായിട്ട് ലിഫ്റ്റിനുള്ളിലോട്ട്. അതെ, വേറൊരു ഡിപ്പാർട്ട്മെന്റും കൂടി ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുക. അപ്പം അങ്ങനെ ഇന്നത്തെ എല്ലാ അലമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. എന്തിനാണ് പക്ഷേ സമയമായി. നമുക്ക് 2:30ക്കാണ് പറയുന്നത്. സമയം ഇപ്പം 2:30ക്കാണ്. നല്ല ഇതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എഗെയിൻ ഞങ്ങളുടെ ഓട്ടോയിൽ കൂട്ടിയിട്ട് പ്രഹസനത്തിന് ചിന്ത അതിൻ്റെ ടൈമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ വൈകി ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കണം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. കഴിഞ്ഞിട്ട് ഇറങ്ങി കരഞ്ഞ് പിഴിഞ്ഞ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ആ കരച്ചിലൊന്നും മറ്റേ ഒരു ജ്യൂസ് ആവാം. അതിന് ഒരു ജ്യൂസ് കുടിച്ചു. അതെ, ഒരു ഗ്രേപ്പ് ജ്യൂസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ മനസ്സിലായി ഞങ്ങൾ പിന്നെ ഒരു മാംഗോ ജ്യൂസ് എടുത്തു. ചേട്ടൻ 2 സ്ട്രോ ഇട്ട് തന്നു. അതെ, ഞങ്ങൾ ആളിൽ കൂടുതലായതുകൊണ്ട് 2 സ്ട്രോ കുടിച്ചു. പക്ഷെ നല്ല ജ്യൂസ് അടിയായത്. നമ്മുടെ അവിടെ പാലക്കാട് മറ്റേ ജോസ് അൽക്കാസിൻ്റെ അവിടെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. എപ്പോഴും നല്ല തിരക്കായിരിക്കും, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ജ്യൂസിന്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് സിനിമയുടെ ക്ഷീണമൊക്കെ അങ്ങനെ കുടിച്ച് ഞങ്ങൾ തീർത്ത്. ഇവരെന്ത് കാണിക്കുന്നു എന്നോർത്ത് ഒന്നും മിണ്ടാതെ ഇരിക്കാതെ ഓർത്തിരിക്കാതെ. അത് കഴിഞ്ഞ് നമ്മൾ ഓർക്കിഡിൽ പോയി. പാലക്കാടുള്ളവർക്ക് അറിയാം, ഓർക്കിഡ് പറയുമ്പോൾ നമുക്ക് എല്ലാവിധം സാധനങ്ങളും അവിടെ അവൈലബിൾ. ജ്വല്ലറീസ് ആയാലും കോസ്മെറ്റിക്സ് ആയാലും നല്ല തോതിൽ അവിടെ അവൈലബിൾ ആണ്. പിന്നെ പെമ്പിളാരായതുകൊണ്ട് ആദ്യം നേരെ കയറുക. നമ്മൾ നമ്മൾ എന്തോന്നെ പോയി നമ്മൾ കുപ്പികളോ അങ്ങനെ പോയത്. പക്ഷെ കമ്മലിലാണ് ഞങ്ങൾ സ്റ്റക്കായി. പിന്നെ എല്ലാം നോക്കി ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഇങ്ങനത്തെ കമ്മലാണോ ജിമുക്കാസാണോ ഇഷ്ടം? ലേഡീസിനോടാണ് ചോദ്യം. പിന്നെ വളയിലോട്ട് നോക്കി. നമുക്ക് വലിയ താല്പര്യം ഇല്ല. കുറച്ച് ഇപ്പം എനിക്കൊക്കെ കുപ്പിയോളം ഇഷ്ടമാണ്. അപ്പം കുപ്പിയോളം പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. Thank you for watching.